മാർക്ക് ഫസ്റ്റ് കിട്ടും, നമ്മുടെ ക്ലാസ്സിന് ഫസ്റ്റ് കിട്ടണം, അങ്ങനത്തെ ഇതൊക്കെ. പിന്നെയാണ് ഒരു 10th ആയപ്പം ഒരു പൂവില്ല നാട്ടിൻപുറത്ത്, എല്ലാം വെട്ടി നശിപ്പിച്ചു. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. ഇപ്പം തന്നെ നമുക്ക് പറയാനായിട്ട്, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ചെടികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒന്നോ രണ്ടോ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു നമ്മുടെ ആവശ്യത്തിന്. പിന്നെയെന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ പോലും കിട്ടാനില്ല, അതും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. മൊത്തം ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഓണമല്ലേ ഇപ്പോഴത്തേത്. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പിന്നെ പ്രവാസികളെ പറ്റി പറയുമ്പോഴത്തേന് അവരുടെ ഓണം റെഡിമെയ്ഡ് ഓണം തന്നെ. സദ്യ റെഡിമെയ്ഡ്, പൂക്കളം റെഡിമെയ്ഡ്, പൂക്കളം പോലും ഇല്ലെന്ന് പറയാം. അത് നമ്മളിപ്പം ഫുൾ ആർട്ടിഫിഷ്യലായിട്ട് പൂക്കളം കിട്ടുമല്ലോ, അത് കൊണ്ടുവന്നിടുന്നു. നെക്സ്റ്റ് ഇയർ പുതിയത് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുന്നു. പിന്നെ പ്രവാസി കൂട്ടായ്മയുടെ ഓണം, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓഫ് എടുത്തിട്ട്. ഇപ്രാവശ്യം എന്തായാലും ഓണത്തിന് ഓഫൊക്കെ കിട്ടിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, എന്നാലും കൂട്ടുകാരുടെ ഒക്കെ കൂടെ ഇരുന്ന് സദ്യ കഴിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം ഓണപ്പാട്ടുകളെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയണമെന്നൊരു തോന്നൽ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഓണത്തിന് ഞങ്ങൾ ഓണപ്പാട്ട് നമ്മളായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല, ഒരു മിക്സ് ചെയ്ത ഒരു ഓണപ്പാട്ട്. ഇപ്പം എന്തായാലും രണ്ടുപേരും പാടാം. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, തനനനനന, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം, തനനനനന, കുന്നത്തെ കാവിൽ നിന്നും തേവരു താഴെ എഴുന്നള്ളുന്നേ, ഓലോലം മഞ്ചൽ വീശിപ്പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ, പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, തനനനനന. ഇനി അടുത്ത മലയാളികളുടെ ഫേവറേറ്റ് സോങ് എപ്പോഴും ഉള്ളത്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ മറന്നു. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ പുൽകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ, ഓണവില്ലിൻ താളം തള്ളും മണ്ണാത്തിക്കിളി നിന്നെ പുൽകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈ.